അപ്പൊ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഒരു ബസ്സിനകത്താണ് ഇരിക്കുന്നത്. നമ്മുടെ KSRTC ബസ്സിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത് നല്ലൊരു ഡൗട്ട്. നമ്മൾ സാധാരണ എല്ലാ വട്ടവും നമ്മുടെ നാട്ടിൽ ഇവരെ കൊണ്ടുവിടാൻ വേണ്ടിയാണ് KSRTC സ്റ്റാൻഡിൽ വരാറ്. പക്ഷെ ഇത്തവണ നമ്മൾ ഇവരുടെ കൂടെ പോവാണ് കേട്ടോ കുഷ്ടയ്ക്ക്. അളിയുടെ തുണി അലക്കാനല്ല ഞാൻ പറയുന്നില്ല. നമ്മൾ വരുന്ന ചക്കര പോച്ച സന്തോഷാട്ടോ. അപ്പൊ കൂട്ടുകാരെ ഞങ്ങളെ പപ്പ ഇവിടെ കൊണ്ടുവിട്ടതാട്ടോ. പപ്പ വണ്ടിയും കൂടി ഞങ്ങളെ കൊണ്ടുവിട്ടു. അപ്പൊ ഞങ്ങൾ അവിടെ ബസ് കയറി പോവാ. ട്രെയിനിലൊക്കെ കയറിട്ടാ പോകുന്നത്. പിന്നെ വേറെ കാര്യം, പൊന്നു ആദ്യമായിട്ടാണോ ട്രെയിനിൽ കയറാൻ വേണ്ടി പോകുന്നത്. കുഞ്ഞിപ്പെണ്ണല്ലേ ട്രെയിൻ കയറിയിട്ടുണ്ട്. കുഞ്ഞിച്ചീനെ കൊണ്ടുവിടാൻ പോയപ്പോ മൈസൂരിന്ന് ജസ്റ്റ് ഇങ്ങനെ കയറി നിന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഓടുന്ന ട്രെയിനിൽ കയറിയിട്ടില്ല. അപ്പൊ നമ്മളിപ്പം ബത്തേരിന്ന് മൈസൂർക്ക് പോയിട്ട് മൈസൂർക്ക് നട്ടോ ട്രെയിൻ കയറിട്ട് കുഷ്ടേക്ക് പോകുന്നത്. അപ്പം ഒരു ലോങ് ജേണി ആയിരിക്കും കൂട്ടുകാരെ. കുറച്ച് കുരങ്ങനൊക്കെ നോക്കിക്കുന്നുണ്ട്. സ്കൈന്റെയും ഫസ്റ്റത്തെ ട്രെയിൻ യാത്ര കേട്ടോ. പിന്നെ ആ ഭയങ്കര സന്തോഷമുണ്ട്. ശരിക്കും ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞേച്ചിക്ക് വിശ്വാസം ഉണ്ടോ? ശരിക്കും വരുന്നയാ. കുഞ്ഞേച്ചിക്ക് പ്രാങ്ക് വരുന്നയാന്നാ കുഞ്ഞേച്ചി വിചാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് പോയിട്ട് കുഷ്ടയും കാണാമല്ലോ. കുഞ്ഞേച്ചിന്റെ അടുത്തല്ലേ പോണേ. അപ്പൊ ബസ് എടുത്ത് കൂട്ടുകാരോ. കുഞ്ഞിപ്പണ നല്ല ഉറക്കാട്ടോ. കുഞ്ഞിപ്പണ എണീച്ചിട്ടില്ല. അറിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ അറിഞ്ഞിട്ട് നല്ല സന്തോഷിക്കും. സാധാരണ കുഞ്ഞേച്ചിന്റെ കയറ്റി വിട്ട് കഴിയുമ്പോ കരച്ചിലാണ്. കൂടെ കരയും, കുഞ്ഞിപ്പെണ്ണ അവിടെ കരയും. പക്ഷെ ഇത് രണ്ടുപേരും പൊരിഞ്ഞ് ചിരിയായിരിക്കും. ഒരു ട്വിസ്റ്റ് ആയില്ല ഇത്. പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പാണ് കേട്ടോ കൂട്ടുകാരെ. അത് ഇവർ ഇറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ നമ്മൾ തീരുമാനിച്ച പോവാന്ന്. നമ്മൾ തീരുമാനിച്ച 1:30-ക്കാണ് പെട്ടെന്നൊരു തീരുമാനമായി പോയി. പെട്ടെന്നൊരു പോക്കായി കേട്ടോ. നല്ല സ്പീഡാട്ടോ വണ്ടി. പിടിച്ചിരുന്നു എന്റെ പൊന്നെ. ഞാനാണ് ഈ അടുത്തൊന്ന് ആരും സീറ്റിൽ ഇറങ്ങി പോവാട്ടോ. എന്റെ അമ്മോ സ്പീഡ് വെച്ചുണ്ടല്ലോ. റോളർ കോസ്റ്റർ കയറി വരണ്ടല്ലേ. പേടിച്ച കാട്ടിരിക്കുന്നുണ്ട്. അമ്പോ ചെളിയിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ടോ. എന്റെ അമ്പോ കുഞ്ഞിപ്പണ എണീച്ചട്ടോ. കുഞ്ഞിപ്പണ ഉറക്കം കഴിഞ്ഞ് എണീച്ച് എന്നെ എന്താ സംഭവം നോക്കാട്ടോ. ആദ്യമായിട്ടല്ലേ ബസ്സിൽ കയറുന്നേ. കുഞ്ഞിപ്പാ നമ്മൾ എങ്ങോട്ടാ പോനെ. കുഞ്ഞിപ്പെണ്ണ പൊതിഞ്ഞ് പിടിച്ചേക്കുവാട്ടോ. പോറ്റു നല്ല കാറ്റ്, നല്ല തണുപ്പാട്ടോ. ആനപ്പന്തി എന്ന് വെച്ചാൽ എന്താ? സുരേന്ദ്രനാണ്. അവിടെ കുറെ ആനയുണ്ട് കേട്ടോ. നമ്മളിപ്പോ കാട്ടിക്കൂടെ പൊക്കോണ്ടിരിക്കുന്നേ കണ്ടോ. കൊടുങ്കാടാണ്, കൊടുങ്കാട്. നമ്മളെ ചേസ് ചെയ്തൊരു കർണാടക വണ്ടി വരുന്നുണ്ട് കേട്ടോ. എമ്മ കാറ്റല്ലേ. ഫ്ലൈറ്റിന്റെ ജനൽ തുറന്നവരുണ്ട്. ഫ്ലൈറ്റിന്റെ ജനൽ തുറന്നവരുണ്ട്. എന്റെ അടുത്ത് നേരെ ഇച്ചേന്റെ അടുത്തേക്ക് ചാടി പോയിട്ടോ. സാധനങ്ങളൊക്കെ എടുത്ത് എറിയും എന്റെ കയ്യിലുള്ള. അതെങ്ങനെ എടുക്കുക. പിന്നെ ഈ സാധനം കണ്ടോ, ഈ പ്ലാസ്റ്റിക് വലിച്ചു കയറാൻ വേണ്ടിട്ട് അവൾ എന്തേലൊക്കെ കാണാണ്ട് നിന്റെ അടുത്ത് പോയിട്ടില്ല. ഇത് വഴി തരട്ടെ. അപ്പൊ ചായ കുടിക്കാൻ വേണ്ടി ബസ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പന്നെ നോക്കിയിരിക്കുന്നേ. ചൂടെ മുട്ട ദിവസം കേട്ടോ. വാപ്പുള്ളിൽ പോയി നല്ല ചൂടെ മുട്ട പപ്സ് കണ്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇത് വെറൈറ്റി ആട്ടോ പപ്സ് അല്ലേ. മഞ്ഞ കളറ് അതായിരിക്കും. നമ്മളൊരു മരത്തിന് വീട്ടിലാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, മരത്തിന് വീട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ സ്ഥലമുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുക. ബൗബോനെ നട്ട് കുഞ്ഞിപ്പെട്ട് കാണിക്കുന്നത്. സൂപ്പർ കാപ്പില്ലേ. തിളച്ച മുട്ട പപ്സ്. അളിയൻ എന്തൊക്കെ പോളമുട്ട അന്ന് എനിക്ക് തന്നേരം അളിയ. ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത ഇവൻ
ഇവനോട് അല്ല, ഇവനോട് ഒരു പോളമുട്ട ചോദിച്ചപ്പോ വായിനെടുത്ത് ഒരു കഷ്ണം കടിച്ചിട്ട് തരും എനിക്ക്. നോക്ക് എത്ര ഉള്ളേന്ന്. എന്നിട്ട് തന്നില്ല. കാണിക്കാൻ നിന്റെ കയ്യിൽ എത്ര ഉണ്ടെന്ന്. എന്നിട്ട് നിന്നോട് ചോദിച്ചപ്പോ നീ എനിക്ക് എന്താ തന്നെ? ഇവന്റെ വായിന്ന് എടുത്തിട്ട് ഒരു കുഞ്ഞു കഷ്ണം നോക്കി കേറ്. പോട്ടെ പോട്ടെ, വലിയ സ്റ്റെപ്പാണ് കേട്ടോ. ഇതെന്താ ബിക്കാച്ചിയോ? അവന്റെ ബിക്കാച്ചി ആണോ? എന്റെ കയ്യിൽ എന്താ നോക്കൂ. എന്റെ ബിക്കാച്ചി തൊട്ടാ നിന്നെ ഞാൻ നോ ഫ്രണ്ട്സ്. നല്ല കടയായിരുന്നു. ഇവിടെ കണ്ടോ നിറയെ ആര്യവേപ്പിന്റെ മരം കേട്ടോ. ഞാൻ എന്നിട്ട് എപ്പോഴും മൈസൂർ പോകുമ്പോ വിചാരിക്കും ഇതെന്തോ ഒരു കറിവേപ്പില. അവിടെ കറിവേപ്പിലല്ലേ അത്, ആര്യവേപ്പ്. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. താത്തയിടാം. കുഞ്ഞാ, നമ്മൾ മൈസൂർ ബസ് സ്റ്റാൻഡിലെത്തി. ഞാൻ ആദ്യമായിട്ടാ മൈസൂർ ബസ് സ്റ്റാൻഡ് കാണാൻ പോന്നെ. ഇതാണ് മൈസൂർ ബസ് സ്റ്റാൻഡ്. താങ്ക് യു. സ്കൈ ബസ്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്നാണ്ട് ഇറങ്ങി ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക്. വണ്ടി വന്ന് കിടക്കുന്നുണ്ട്. ആ കാണുന്ന വൈറ്റ് സ്വിഫ്റ്റിലാട്ടോ നമ്മൾ പോകുന്നത്. നമ്മളങ്ങനെ നമ്മുടെ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കൂട്ടുകാരെ. ഫോട്ടോ എടുക്കുന്നുണ്ടോ അവര്? ആര് പേടിച്ചോയില്ലോ. മറഞ്ഞു വീഴാണ്ട് നോക്കണം. തടയാൻ കണ്ട ഇവക്ക് നോക്കി. ഇവക്ക് കൊതിയാട്ടോ ഇങ്ങനെ വലിച്ചു നടക്കാൻ നടക്കാന്. ഇവക്ക് ഭയങ്കര കൊതിയാന്ന് വലിച്ചു നടക്കാന്. ഒരു സൈസ് സ്വഭാവം കാണിക്കും നോക്ക് കേട്ടോ. അപ്പൊ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ, മൈസൂർ ജംഗ്ഷൻ. കഴിഞ്ഞൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മളങ്ങനെ ലിഫ്റ്റിൽ കയറിയിരിക്കുകയാണ് കൂട്ടുകാരെ. നമ്മൾ നേരെ താഴെ ഇവിടെ എന്തോ റിപ്പയർ ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ. ലിഫ്റ്റിന്റെ എന്തോ വർക്കിംഗ് അല്ല. ചേട്ടൻ അത് ഊരി കൈ പിടിച്ചേക്കുവാണ് കേട്ടോ. കൊടുങ്ങൂല കണ്ടോ ട്രെയിൻ. പെണ്ണാണെ ഇറങ്ങി ഓടുവാട്ടോ. പെണ്ണ് സമ്മതിക്കുന്നില്ല. പെണ്ണാണ് ട്രെയിൻ കണ്ടിട്ട് പെണ്ണ് ഇറങ്ങി ഓടണം. കണ്ടോ ദേഷ്യം പിടിക്കുവാട്ടോ പെണ്ണിന്. മല്ല് 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 മല്ല്. ഓ നമ്മൾ AC കോച്ചിലല്ലേ കളിയാൻ പോകുന്നേ. അപ്പൊ AC കോച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടൈം നിൽക്കണം കേട്ടോ. നമ്മുടെ ജനറൽ ഇതൊക്കെ ഓപ്പണാ. AC കോച്ച് ഓപ്പൺ ആവണേ കുറച്ച് ടൈം എടുക്കും. 6:30 ആവണല്ലേ. ഇനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ടാണ് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നോക്കിയില്ലെങ്കിലോ ഇവിടെ എങ്ങോട്ടാ ഓടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഉണ്ട്. നിന്നെ പിടിച്ച് നിന്നെ അമ്മ ചുന്തി ഇട്ട് സമാധാനായില്ലേ. ആ സൈഡിലേക്ക് പോകരുത് കേട്ടോ ട്രെയിനിന്റെ. കുഞ്ഞിപ്പെണ്ണാണ് ഇറങ്ങി ഓട്ടാട്ടോ. അവളെ സമാധാനിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. വഴിയാളെ ഇറങ്ങി ഓടും. ഉച്ചക്കാണ് പിടിച്ചിട്ട് കിട്ടണില്ല. റബ്ബർ പാലാണ് കുടിക്കുന്നത്. പെണ്ണ് മൊത്തം പപ്പേനെ അന്വേഷിക്കില്ലാട്ടോ. അങ്ങനെ നമുക്ക് ട്രെയിനിൽ കയറാൻ സമയമായിട്ടുണ്ട്. സമയമായിട്ടില്ല. പിന്നെ എടുത്ത് വെച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് നിൽക്കാമല്ലോ. AC ഓൺ ആക്കിയിട്ടില്ല. ഭയങ്കര ചൂടായി.
ചൂടാണെങ്കിൽ എന്താ പുറത്ത് നടപ്പല്ലേ, കാല് വെച്ച് കേറാം. അത് നമുക്ക് ഉള്ളിൽ കയറി കാണാം കേട്ടോ. ദൈവമേ ഫസ്റ്റത്തെ ട്രെയിൻ യാത്രയാണ് മിന്നിച്ചേക്കണേ. കേറ്. അയ്യോ, ഇത് വലത് കാലല്ല, ഇടത് കാലാണ്. എടി രണ്ട് എല്ലാം വലുതാല് വേണമെന്നില്ല, അവൾ എല്ലാ കാലും വലത് കാലം ആയിട്ട് വെക്കുന്നത്. ഓ എന്റെ പൊന്നെ, കൊച്ചി എങ്ങോട്ടാ വരനേ? ആ വഴി മാറാം. കുഞ്ഞിപ്പണി ഇത് കൂടെ ഇറങ്ങി നടക്കുവാണ് കേട്ടോ. വേണ്ട കേട്ടോ, നമ്മുടെ ട്രെയിനിന്റെ ഉള്ളിലാണ്ട്. ഇതാണ് കൂട്ടുകാരെ ഒരാൾക്ക് കിടക്കുന്ന സ്ഥലം ഇതാണ്. അപ്പൊ ഇതാണ് കൂട്ടുകാർ ഒരു സീറ്റ്. ഇതിപ്പോ ഇരിക്കാൻ നേരത്തെ ഇങ്ങനെയായിരിക്കും, കടക്കണമെങ്കിൽ ഇതാണ്ട് ഇതിനെ മടക്കി കഴിയുമ്പോൾ അവിടെ ബെഡാവും. എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല. നീ എങ്ങോട്ടാ പോനെ? കുഞ്ഞിപ്പണ്ട് വാല് തുറന്ന് പോവാൻ നോക്കാട്ടോ. അപ്പോൾ നമ്മുടെ ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന ട്രെയിന്. പക്ഷെ നമ്മൾക്ക് അവിടെ റൂമിൽ AC ആണ് ഓൺ ആക്കിയിട്ടില്ല. 2 മണിക്കൂർ കഴിയൂലേ? 1 മണിക്കൂർ അല്ലേ? ട്രെയിൻ എടുക്കണുണ്ടോ? കേട്ടോ, അത് AC ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വയ്യ കേട്ടോ. ചൂട് ഇപ്പൊ ഓണാക്കാത്ത കാരണം. AC ഓൺ അല്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഭയങ്കര ചൂട് അതിൻ്റെ ഉള്ളിൽ. ശ്വാസം എടുക്കാൻ പോലെ ജനലും നോക്കാമല്ലോ. അയ്യോളാ, 2 ഇണക്കുരുവികളെ. ഭയങ്കര കുഞ്ഞിപ്പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒറ്റ ഓട്ടാട്ടോ, പിടിക്കാൻ കിട്ടത്തില്ല. കണ്ടോ, നല്ല അടിയോട്ടം കൊടുക്കുന്ന വെച്ചിട്ട്. മാന്തി എന്തിനാ? ഞാൻ മാന്തിയോ? നീ എന്തിനാ മാന്തി ഇപ്പോ? എന്നിട്ട് അവള് കരയുവാ. അവള് കരയുന്നു, അവളെ ഞാൻ മാന്തിയ പോലെ. ഡൂഡു ഡൂഡു ഇങ്ങോട്ട് നിൽക്ക്, ഇങ്ങോട്ട്. അപ്പൊ കൂട്ടുകാര് നമ്മളെ ട്രെയിൻ എടുത്തുട്ടോ. കടപ്പുന്നിന്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. നൈസായിട്ട് മൂവ് ആയി തുടങ്ങിയിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ നാട് വീട്ടിൽ കൊണ്ടുവന്ന ഫുഡൊക്കെ എടുത്ത് അവിടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. തുസിക്കും അളിയനും കൊണ്ടുവന്ന ചോറാണ് ശരിക്കും ഇത്. ഞങ്ങള് വരുന്നുള്ള കാര്യം ലാസ്റ്റ് നിമിഷത്തായതുകൊണ്ട് നമുക്കുള്ള ചോറില്ല ശരിക്കും ഇതിനകത്ത് പറഞ്ഞാല്. ഉണ്ടോ? അപ്പൊ ഇവരുടെ ചോറ് തന്നെ നമുക്കൂടെ കഴിക്കാട്ടോ. ഇത് നിനക്കും ഡൂഡുവിനും. അവന്റെ കൂടെ ഞാൻ കഴിക്കണല്ലേ? കേട്ടോ, മീൻ വറുത്തതുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം പോയിട്ട് പിടിച്ച മീനാട്ടോ. അടിയും ചൂണ്ടിട്ട് പിടിച്ച മീനാണ് ഈ വറുത്ത് വെച്ചേക്കുന്നത്. പിന്നെ മീൻ പീരയുണ്ട്. ചൂണ്ടിയുള്ള ഒരു ഹോബിയാണ് പണ്ട് തൊട്ടേ കേട്ടോ. അതങ്ങനെ വീട് ഒരു മുതലാണ്. വേറെ ട്രെയിൻ പോകുന്നുണ്ടോ? ആ ട്രെയിന് ഒരുമിച്ച് അടുത്തടുത്ത് വരുന്നത്. അത് രണ്ടും കൂടെ കൂട്ടി ഒന്നിക്കും. ഏതിൽ കമ്പി? എടി അത് ജനറൽ കമ്പാർട്ട്മെന്റ് അല്ലേ? നമ്മുടെ സ്ലീപ്പറേ സൂപ്പറാ. സ്പീഡായി കൊച്ച കേട്ടോ. സന്തോഷായോ? ഇവ ആടി പോണട്ടോ. അതിനാണ് ഇവിടെ ട്രെയിനിൽ കയറാൻ. ഇത് പക്ഷെ നമ്മുടെ മെട്രോ പോലെ ആയിപ്പോ കേട്ടോ ഫീല്. ഓടുന്ന ട്രെയിനിന്റെ സൈഡിൽ പോയി നിൽക്കുന്നു. ഓ കുഞ്ഞിപ്പെണ്ണാണ് സ്പൂണും എടുത്തോണ്ടിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴിയുന്ന രംഗാട്ടോ കാണുന്നേ. എങ്ങനെ? ട്രെയിൻ ആയതുകൊണ്ട് ഫുഡ് കഴിക്കാം, പാത്രം കഴുകാം, ടോയ്ലറ്റിൽ പോവാം, പെണ്ണ് കൈ തുടച്ചു. പിടിച്ച പെണ്ണ് പിടിക്ക്. വാ എന്റെ പോലെ എന്നെ ഒറ്റപ്പാടാന്നറിയോ? ഇങ്ങ് വന്നേ. നമുക്കപ്പൊ നമ്മുടെ ബോഗിയിലാണ് ഇത്ര സ്പേസ് ആയിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ഒരു മിററുണ്ട്, മേലെ വെക്കാൻ സാധനങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ടീച്ചർ വഴക്കറിയോ? നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മള് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും കിടക്കുവാട്ടോ. കുഞ്ഞിപ്പെണ്ണുണ്ടോ മുഖം വീർപ്പിച്ച് നോക്കിയിരിക്കുന്നുണ്ടോ? വേറെ ഒന്നും അല്ലാതെ ഒരു രണ്ടുപേരും ഇവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതിനാണ് കുഞ്ഞിപ്പെണ്ണിനെ സഹിക്കുന്നില്ല. ഒരുത്തൻ കേറിപ്പോളൂ. എടാ വാ നമുക്ക് കിടക്കാം ഡൂഡു. ഞാനും ഡൂഡു ഇവിടെ, അളിയനും കുഞ്ഞേച്ചി ഇവിടെ, കുഞ്ഞിപ്പെണ്ണു ഇച്ചേ അവിടെ. അപ്പോൾ 12 മണിക്കൂറത്തെ നീണ്ട യാത്രയാണല്ലേ. ഉറങ്ങി രാവിലെ എണീക്കും. ഞാൻ 7 മണിയാകുമ്പോൾ അവിടെ എത്തും കേട്ടോ. അപ്പൊ എന്നിട്ട് കാണിച്ചു തരാം നിങ്ങളെ ഫുഡൊക്കെ കേട്ടോ. അപ്പൊ അത്തോട് കൂടെ മറ്റു നാളെ കാണാം.